ഓം ശാന്തി. 24/11/2020 ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ദുഃഖം സഹിക്കുന്നതിൽ ഒരുപാട് സമയം വേസ്റ്റാക്കി കളഞ്ഞു. ഇപ്പോൾ ലോകം പരിവർത്തനമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ബാബയെ ഓർമ്മിക്കൂ, സതോപ്രധാനമാകൂ. അപ്പോൾ സമയം സഫലമായി തീരും. ചോദ്യം: 21 ജന്മത്തേക്കു വേണ്ടി ലോട്ടറി പ്രാപ്തമാക്കുന്നതിൻ്റെ പുരുഷാർത്ഥം എന്താണ്? ഉത്തരം: 21 ജന്മത്തെ ലോട്ടറി എടുക്കണമെങ്കിൽ മോഹജീത്ത് ആകൂ, ഒരേയൊരു ബാബയിൽ ബലിയർപ്പണമാകൂ. സദാ ഈ സ്മൃതിയിലിരിക്കൂ, ഇപ്പോൾ ഈ പഴയ ലോകം പരിവർത്തനമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുതിയ ലോകത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പഴയ ലോകത്തിനെ കണ്ടുകൊണ്ടും കാണരുത്. സുദാമയെപ്പോലെ ഒരു പിടി അരി സഫലമാക്കി സത്യയുഗി ചക്രവർത്തി പദം എടുക്കണം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഇപ്പോഴീ പഴയ ശരീരത്തിലൂടെ ഇനി ഒരു വികർമ്മവും ചെയ്യരുത്. അങ്ങനെയുള്ള ഒരു ആസുരീയ ആക്റ്റും ഉണ്ടാകരുത്. അതിലൂടെ രജിസ്റ്റർ ചീത്തയാകുന്നതായി. 2-ാമത്തെ പോയിന്റ്: ഒരേയൊരു ബാബയുടെ ഓർമ്മയുടെ ലഹരിയിലിരിക്കണം. പവിത്രമാകുന്നതിൻ്റെ മുഖ്യ പുരുഷാർത്ഥം തീർച്ചയായും ചെയ്യണം. കക്കകളുടെ പിന്നാലെ സ്വന്തം അമൂല്യ സമയം പാഴാക്കി കളയാതെ ശ്രീമത്തിലൂടെ സ്വന്തം ജീവിതം ശ്രേഷ്ഠമാക്കണം. വരദാനം: സ്വയത്തെ മോൾഡ് ചെയ്ത് യഥാർത്ഥ സ്വർണമായി ഓരോ കാര്യത്തിലും സഫലത നേടുന്ന സ്വപരിവർത്തകരായി ഭവിക്കൂ. ആരാണോ ഓരോ പരിതസ്ഥിതിയിലും സ്വയത്തെ പരിവർത്തനം ചെയ്യുന്നത്, സ്വപരിവർത്തകർ ആകുന്നത്, അവർ സദാ സഫലമാകുന്നു. അതുകൊണ്ട് സ്വയത്തെ പരിവർത്തനം ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം വയ്ക്കൂ. മറ്റുള്ളവർ പരിവർത്തനം ചെയ്താൽ ഞാൻ പരിവർത്തനമാകാം, ഇങ്ങനെയല്ല. മറ്റുള്ളവർ പരിവർത്തനപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്ക് പരിവർത്തനമാകണം. ഹേ അർജുൻ, അത് എനിക്ക് ആകണം. സദാ പരിവർത്തനം ചെയ്യുന്നതിൽ ആദ്യം ഞാൻ. ആരാണോ ഇതിൽ ആദ്യം ഞാൻ ചെയ്യുന്നത്, അവരാണ് ആദ്യ നമ്പറിൽ വരുന്നത്. എന്തുകൊണ്ടെന്നാൽ സ്വയത്തെ മോൾഡ് ചെയ്യുന്നവരാണ് റിയൽ ഗോൾഡ്. റിയൽ ഗോൾഡിനാണ് വിലയുള്ളത്. സ്ലോഗൻ: തൻ്റെ ശ്രേഷ്ഠമായ ജീവിതത്തിൻ്റെ പ്രത്യക്ഷ തെളിവിലൂടെ ബാബയെ പ്രത്യക്ഷപ്പെടുത്തൂ. ഓം ശാന്തി.